അന്നേരം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ട്യൂബർ ഇളക്കിക്കൊണ്ടുവന്ന് വെച്ച താമരകളാണ് ഇതായി കാണുന്നത് എല്ലാമേ. അതിനകത്തേക്ക് നമുക്കിപ്പം ഏകദേശം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ട്യൂബറിൽ നല്ല മുളകൾ വന്നിട്ടുണ്ട്. അന്നേരം ഈ നമ്മളിപ്പം വെറൈറ്റി ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് കാണാനായിട്ട് താല്പര്യം കാണും. അന്നേരം നമ്മളിന്ന് താമരയ്ക്ക് വളം കൊടുക്കും. ആദ്യത്തെ നമ്മൾ ട്യൂബറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള താമരകളുണ്ട് നമ്മളെ നഴ്സറിയിൽ. അന്നേരം അതിനെ വളം കൊടുക്കും. ഹൈബ്രിഡ് വെറൈറ്റി താമരകളാട്ടോ. അതിന് വളം കൊടുക്കുന്ന വീഡിയോ എന്തായാലും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം. കാരണം നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് താമര വെറൈറ്റികൾ കാണും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പം ഡോർമൻസി ആയിരിക്കും, അതിന് പൂ കാണത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ അതിന് പൂ വിരിഞ്ഞ് കഴിഞ്ഞ സമയമായിരിക്കും, ഇലകൾ മാത്രമായിട്ട് എടുക്കുക. അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയാമല്ലോ. അതിനെ അങ്ങോട്ട് ഇളക്കുക, അതിനകത്ത് ട്യൂബർ എടുക്കുക, ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നല്ലൊരു ട്യൂബർ നോക്കി അതിനകത്ത് പ്ലാന്റ് ചെയ്യുക. ബാക്കിയുള്ളത് സെപ്പറേറ്റ് ആക്കി വേറെ ചട്ടിയിനകത്താക്കി വളർത്തുക. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിന് വളം കൊടുക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ. കൂടിങ്ങി വായോ. ഇടയ്ക്കൊരു കൂട്ടുകാരൻ ചോദിച്ചിരുന്നു ഇതേപോലെ എങ്ങനെയുണ്ട്, ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ എന്ന്. താണ്ടെ മോട്ട് താണ്ടെ ആഹാരമൊക്കെ നല്ല വൃത്തിയാവണ്ണം കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് വായിലിരിക്കുന്ന നോക്കിയേ. ഇവൻ സസ്യ ബുക്കാണേ, മാംസ ബുക്കല്ല. ഓക്കെ, ഒരുപാട് നാളായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്നൊരു വീഡിയോ ആയിരിക്കും ഇന്ന് വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വെറൈറ്റി ഒരു വീഡിയോ ആണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മളെ വീടുകളിൽ ഒരുപാട് താമരകളുണ്ട്. അതിൽ ആ താമര വെറൈറ്റികളിൽ എങ്ങനെയാണ് നമ്മൾ തൈ ഉണ്ടാക്കി വെച്ചതെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ട്യൂബർ എടുക്കുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ആ ട്യൂബറിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ആദ്യമേ വെച്ച് വളർത്തി ഫസ്റ്റ് ലീഫ് വന്നതിന് ശേഷം നമ്മൾ എന്ത് വളമാണ് നമ്മളെ നഴ്സറിക്കാർ രഹസ്യമായിട്ട് കൊടുക്കുന്നതെന്നുള്ള കാര്യം പരസ്യമാക്കാൻ വേണ്ടി പോവുകയാണ്. അന്നേരം വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് മാക്സിമം ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് കൂടെ എത്താനായിട്ട് ശ്രമിക്കുക. അന്നേരം വീഡിയോയിലോട്ട് പോയാലോ, അതിനെ കൂടിങ്ങുമായോ. അന്നേരം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ട്യൂബർ ഇളക്കിക്കൊണ്ടുവന്ന് വെച്ച താമരകളാണ് ഇതായി കാണുന്നത് എല്ലാമേ. അതിനകത്തേക്ക് നമുക്കിപ്പം ഏകദേശം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ട്യൂബറിൽ നല്ല മുളകൾ വന്നിട്ടുണ്ട്. അന്നേരം ഈ മുളകൾ കരുത്താവാൻ വേണ്ടിയിട്ടും ഇതിനകത്ത് ഇച്ചിരി ഒന്ന് ദൃഢമായിട്ട് വരാൻ വേണ്ടിയിട്ടും നമ്മൾ കൊടുക്കുന്ന വളമാണ് ഇതായി കാണുന്ന വളമേ. അതെ, DAP വളം തന്നെയാണ് കൊടുക്കുന്നത്. ഇതേപോലെ സിമ്പിളായിട്ട് നമുക്കിതിനെ ഒന്ന് പൂപ്പിക്കാനൊക്കെ ബെസ്റ്റ് സാധനം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഡോർമൻസി സമയം കഴിഞ്ഞ് വരുന്ന സമയമാണ്. അതിന് നമുക്ക് ട്യൂബർ ഇളക്കണം. ഇതാണ്ട് ഇതേപോലെ നല്ല ട്യൂബർ ഇളക്കി ഇതാണ്ട് പുതിയ തളിരുമായിട്ട് നിൽക്കുന്നതാണേ. താണ്ടെ പുതിയ ഷൂട്ട് വരുക. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഇത് കൊണ്ടുപോകാനുള്ള ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട്. അന്നേരം വലിയതൊക്കെ ചുമന്നുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അന്നേരം നമ്മൾ താണ്ട് ഇതേപോലെ ചെറിയ ചട്ടിക്കകത്തോട്ട് ട്യൂബർ വെച്ച് കിളിപ്പിച്ച് വെച്ചേക്കുന്നത്. റണ്ണറല്ല, ശ്രദ്ധിച്ചേട്ടാ ഇങ്ങോട്ടൊക്കെ, റണ്ണറല്ല ട്യൂബറാണ്. ഞാൻ ട്യൂബർ വെച്ച് കിളിപ്പിച്ചതിന് ശേഷമായിട്ട് അതിനകത്തേക്ക് ഫസ്റ്റ് മെഡിസിൻ കൊടുക്കാൻ വേണ്ടി പോവാണ്. അതിനകത്ത് ഇപ്പോൾ ഓൾറെഡി വെക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചാണാൻ വെറും അതാ മണ്ണ്, ഇത് 2 ലെയറായിട്ട് വയ്ക്കുക. അതിൻ്റെ മേളിൽ ട്യൂബർ വയ്ക്കുക, അതിൻ്റെ മേളിൽ കുറച്ചും കൂടെ മണ്ണിടുക. നാടൻ മണ്ണ് മതി, ഏതെങ്കിലും മണ്ണ് മതി, വലിയ ചെളിയൊന്നും വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അതിന് ശേഷമായിട്ട് ഇത് പൊങ്ങി വരാതിരിക്കാനായിട്ട് ഒരു കല്ലോ ഒരു കട്ടയോ എന്തെങ്കിലും എടുത്ത് അതിൻ്റെ മേളിലൊന്ന് വെക്കുക. എന്നാൽ ഇതിങ്ങനെ പടന്ന് വരും. അതിന് ശേഷമായിട്ട് ഫസ്റ്റ് മെഡിസിനായിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ താണ്ടെ ഒരു പേപ്പർ, നമ്മൾ സാധാ ന്യൂസ് പേപ്പർ താണ്ടെ കണ്ടില്ലേ, ന്യൂസ് പേപ്പറാണ്. സാധാ ന്യൂസ് പേപ്പറിനകത്തോട്ട് താണ്ടെ DAP വളമാണ്. അതിനകത്ത് ഒരു 10 തരി ലേശം എടുക്കുക, ഒരുപാട് ഇടരുത്, ലേശമായിട്ട് കൊണ്ട് കൊടുക്കുക. പറമണേ ഇറക്കാം. അന്നേരം താണ്ടെ ഇതേപോലെ ലേശം എടുക്കുക, ഇതേപോലെ ലൈറ്റായിട്ടൊന്ന് പൊതിയുക. കുറച്ചേ ഇടാവുള്ളൂ, ഒരുപാട് വേണ്ടേ. ഫസ്റ്റ് ഇപ്പം തലയിലൊക്കെ ഒന്ന് പൊട്ടി വരുന്നതല്ലേ ഉള്ളൂ. അതിനുശേഷം ഇതിനെ അങ്ങോട്ട് ചെറിയൊരു മടക്കാക്കി അങ്ങോട്ട് എടുക്കുക. കണ്ടാ, ഇങ്ങനെ ചെറിയ മടക്കം അങ്ങോട്ട് ആക്കിയതിന് ശേഷമായിട്ട് കണ്ടല്ലേ, ഇതിന് അടിയിലോട്ട് കുത്തി താത്തങ്ങ് വെച്ച് കൊടുക്കണം. കണ്ട, കുത്തി താത്തം കൊണ്ട് വെച്ച് കൊടുക്കണം. താണ്ടാണാ ബാണ ഇതങ്ങോട്ട് പിടിച്ച് താണ്ട, ഇതെല്ലാം അതിൻ്റെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. മോനെ നീലേ പെട്ടെന്ന് നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കാൻ പറ്റത്തില്ലേ. നീലേ താണ്ട ഇത് ഓരോന്നും ഓരോ ചട്ടിക്കകത്തോന്ന് വെച്ച് കൊടുത്തത്. അന്നേരം നല്ല കിളിർപ്പ് വന്നതിനെല്ലാം ഒന്ന് ഇതൊന്ന് വെച്ച് കൊടുത്തത് ഇതിനകത്ത് വെച്ചിട്ടുണ്ടേ. അന്നേരം താണ്ടെ അടുത്തതിനകത്ത് താണ്ട് ഇതേപോലെ കൊടുക്കുന്നത്, അടുത്തതിനകത്തിട്ട് താണ്ടെ ഇതേപോലെ കൊടുക്കുന്നത്. കിളിയിൽ വന്നതിനകത്ത് മാത്രം കൊടുത്താൽ കണ്ട, ഇതേപോലെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധനം താണ്ട് ഇതേപോലെ സെറ്റായിട്ട് ഉഷാറായിട്ട് കയറി ഇഞ്ഞ് പോരും. വളരെ സിമ്പിളാണേ. ഇന്നത്തെ ടിപ്പ് ഇഷ്ടപ്പെട്ട അന്നേരം താണ്ടെ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ തെളിര് വന്നതിനെല്ലാം ഇതിനകത്ത് ബാക്കിയെല്ലാം അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം കൊടുക്കുന്നതായിരിക്കും. അന്നേരം സമയം പോലെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോകൾ കാണുന്നുണ്ട്. അതെല്ലാം നമ്മൾ തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആണ്. അതേപോലെ താണ്ടെ ഇങ്ങോട്ട് വന്നേ, ഡാലിയ തൈകൾ താണ്ടെ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ഡാലിയ തൈകളാണേ. താണ്ടെ സെറ്റ് ഡാലിയ തൈകൾ. പീലീസേ എന്തോ എണ്ണുന്നേ പറ. നാണം വന്നു. ഓക്കെ. അന്നേരം താണ്ടെ നമ്മുടെ നേഴ്സറിയിലാണ് നിൽക്കുന്നത്. പറ. ടൈഗറിനെ ഇറക്കാനാ? ടൈഗറിനെ ഇപ്പോൾ ഇറക്കണ്ട. അവൻ ഭയങ്കര ടെററാ. പിന്നെ വൈറ്റ് ഒന്നും എടുത്തിരുന്നില്ല. പോയി വൈറ്റ് എടുത്തിടാൻ. ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കുന്നോ എന്തോ. ബെൽറ്റ് എടുത്തിടാനാ. അന്ന് താണ്ടെ
പ്ലാന്റിനെല്ലാം DAP വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉഷാറായിട്ട് കയറി വരും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പുല്ലൂർ ഹാപ്പിനോറ ഫെസ്റ്റിലേക്ക് കുറേ പ്ലാന്റുകളൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് വരാൻ വേണ്ടി ഇറങ്ങിയ ആശ്രാമം മൈതാനത്തേക്കുള്ള ലോഡുകൾ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ വീട്ടിലേക്ക് നമ്മളിവിടെ കുറേ പ്ലാന്റ് വന്നിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടാലാ. ഇതാണ്ട് സുഹൃത്തുക്കളെ, ഈ കാണുന്നത് മൊത്തം മാവുകളാണ്. നല്ല അടിപൊളി വെറൈറ്റി മാവുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവുകളാണ്. ബഡ് ചെയ്ത് കിളിപ്പിച്ച് വെച്ചേക്കുന്ന നീലം, സേലം, മൽഗോവ, പ്രിയൂര്, മല്ലിക വെറൈറ്റികൾ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നത് ഏകദേശം ഒരു 1500 എണ്ണം നമ്മൾ ബഡ് ചെയ്ത പ്ലാന്റുകൾ സെറ്റാക്കി കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് കാണാം. അതാണ്ട് തളിരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കവർ മാറാൻ വേണ്ടി എടുത്തുകൊണ്ട് വെച്ചാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി മാവുകൾ തോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ബഡ് ചെയ്ത് കിളിപ്പിച്ച മാവ് സെറ്റ് എങ്ങനെയുണ്ട്? എല്ലാം ബഡാണ്. ബഡെന്ന് പറഞ്ഞാൽ താണ്ട് ചുമ്മാ പറയുന്നതൊന്നുമല്ല. താണ്ട് കണ്ടല്ലോ, മാവ് ബഡാണ്. കണ്ടേ, ബഡ് കണ്ടേ പിടിച്ചിരിക്കുന്നുണ്ടാ. ഇത് മുറ്റിയത് താണ്ടേ, ഇത് തളിര് ചാടി വന്നത്. അതെ, ഇതേ കൂടുതൽ തെളിവൊന്നും തരേണ്ട കാര്യമില്ലല്ലോ. നല്ല ബഡ് ചെയ്ത് നല്ല പിടിച്ച മാവുകൾ കൊണ്ടുവന്നതാണ്. അതുപോലെ കോട്ടുകോൺ മാവ് കുറച്ചിരിപ്പുണ്ട്, അതുപോലെ തന്നെ കർപ്പൂര മാവ് കുറച്ചിരിപ്പുണ്ട്. കുറേ വെറൈറ്റികളുണ്ട്. എല്ലാം മിക്സ് ചെയ്ത് ആണ് ഇപ്പം ഇരിക്കുന്നത്. ഇതെല്ലാം തിരിയണം. ഓരോത്തിനും ഓരോ തരത്തിലുള്ള ഇലകളാണ്. നമ്മൾ എന്താ പറയുക, മാവിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ റംബൂട്ടാനകത്ത് ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതേപോലെ തന്നെ മാംഗോസിനകത്ത് ഒരുപാട് വെറൈറ്റി ഉണ്ട്. അങ്ങനെ ഓരോ തരത്തിൽ ഓരോന്നിനും പ്രത്യേകതകളും ഉണ്ട്. പ്രകൃതിയുടെ ഒരു വികൃതിയായിട്ട് കണക്ക് കൂട്ടുക. അന്നേരം നല്ല നല്ല വീഡിയോകൾ ഇതേപോലെ വരുന്നുണ്ട്. അന്നേരം വെയിറ്റ് ആൻഡ് വാച്ച്. ഓക്കെ, വെയിറ്റ് ആൻഡ് വാച്ച് ചുമ്മാ ഒരു രസമില്ല. അന്നേരം നമുക്കിനി കാണാം. ഓക്കെ, അന്നേരം എന്താണ്ട് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ പുല്ലൂർ ഹാപ്പിനോറ ഫെസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടിക്കകത്തോട്ട് പ്ലാന്റ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഡാലിയ പ്ലാന്റ്, പ്ലാവ്, കാരണം കുറച്ച് താമരയും കൂടെ എടുക്കണേ. കുറച്ച് താമരയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാം. അന്നേരം നാടൻ റോസുകൾ. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന 2ാം കുറ്റിയിലാണ്. 2ാം കുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിനടുത്ത് നേഴ്സറിയാണ്. ഇവിടെ മാൻഡിവില്ല ഇരിക്കുന്ന നോക്കിയതാ, നിറച്ച് മാൻഡിവില്ലതാ ഇരിക്കുന്ന മൊത്തം മാൻഡിവില്ല. പിങ്ക് മാൻഡിവില്ല, റെഡ് മാൻഡിവില്ല, അങ്ങനെയുള്ള വെറൈറ്റികൾ കുറേ ഇരിപ്പുണ്ട്. സമയം പോലെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ നഴ്സറിയുടെ ഫ്രണ്ടാണ്. അതേപോലെ തന്നെ അതാണ്ട് ബൊഗെയിൻവില്ലയുടെ ഹൈബ്രിഡിൻ്റെ കുഞ്ഞു തൈകൾ കവർ മാറി ചട്ടിയിലകത്തോട്ടാക്കിയത്. നമ്മൾ ഇഗ്വാന എന്തോ തിന്നുന്നത് കേട്ടോ, നമുക്കൊന്ന് നോക്കിയാലോ എന്തോ തിന്നുന്നതെന്ന്. ഹായ്, ഹലോ മോട്ടൂസേ. ഇപ്പം താണ്ടെ അവന് മരുന്ന് കൊടുത്തതിന് ശേഷം താണ്ടെ അവൻ ആഹാരമൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആണ്ടെ ഇടയ്ക്കൊരു കൂട്ടുകാരൻ ചോദിച്ചിരുന്നു ഇതേപോലെ എങ്ങനെയുണ്ട്, ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ എന്ന്. താണ്ടെ മോട്ട് താണ്ടെ ആഹാരമൊക്കെ നല്ല വൃത്തിയാവണ്ണം കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് വായിലിരിക്കുന്ന നോക്കിയേ. ഇവൻ സസ്യബുക്കാണേ, മാംസബുക്കല്ല. ഓക്കെ, പിന്നെ അവൻ നല്ല സൈസിലായിട്ടുണ്ട്. ആ കുട്ടിയിൽ നിന്ന് മാറ്റി ഈ കുട്ടിനകത്തോട്ട് മാറ്റി നല്ല വെയിലൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇതുകൊണ്ട് നമ്മൾ കണ്ടപ്പോഴത്തേക്ക് അവൻ്റെ തീറ്റയൊക്കെ നിന്ന് കള്ളാടാ. മറ്റേത് അവൻ ആഹാരം കഴിക്കാൻ ഭയങ്കര മടിയായതുകൊണ്ടാണ് നമ്മൾ മരുന്ന് കൊടുത്തത് തന്നെ. ഓക്കെ, അന്നേരം അവൻ സെറ്റായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അവനെ പിന്നെ ജാടയായി, അവനൊക്കെ നിർത്തി. ഓക്കെ, എന്നാൽ സമയം പോലെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാം. 2ാം കുറ്റിയിലാണ്. ശാരദ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള നേഴ്സറിയാണ്. സമയം പോലെ വായോ. നമ്മൾ നേഴ്സറിയുടെ ഏകദേശം ഒരു വ്യൂ ആണേ. അതെ, കുറേ ഉണ്ട് കേട്ടോ, അകത്തോട്ടൊക്കെ ഉണ്ട്. ചെടികളൊക്കെ നല്ല മാവിൻ്റെ വെറൈറ്റികളൊക്കെ നിറച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിമാർ. അന്നേരം ഇൻഡോർ പ്ലാന്റിൻ്റെ സെക്ഷൻ അവിടെ. അതേപോലെ തന്നെ ബൊഹീനിയ പ്ലാന്റുകൾ, കുറേ വെറൈറ്റി പ്ലാന്റ്. അപ്പുറത്തോട്ടൊക്കെ നേഴ്സറി ഉണ്ട്. ആ സൈഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാം.